ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് കൈത്താങ്ങുമായി MP ഹൈബി ഈഡൻ. എറണാകുളം മണ്ഡലത്തിൽ MP സംഘടിപ്പിക്കുന്ന ഓട്ടോ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി പ്രദേശത്തുള്ള ഓട്ടോ തൊഴിലാളികൾക്ക് ക്യാമ്പ് സംഘടിപ്പിച്ചു. തോപ്പുംപടിയിൽ വെച്ച് നടത്തിയ ക്യാമ്പ് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോസഫ് കരിയിൽ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നിയോജക മണ്ഡലത്തിലെയും തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ ഇടക്കൊച്ചി പള്ളുരുത്തി ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ MP ഹൈബി ഈഡൻ സംഘടിപ്പിക്കുന്ന ഓട്ടോ പദ്ധതിയുടെ ഭാഗമായി തോപ്പുംപടിയിൽ നടത്തിയ ക്യാമ്പ് ബിഷപ്പ് എമിരിറ്റ്സ് ഡോക്ടർ ജോസഫ് കരിയിൽ ഉദ്ഘാടനം ചെയ്തു. അംബാനി മോഡലിലൊന്നും ജീവിക്കാനായിട്ടുള്ള ആഗ്രഹം നമുക്ക് പറ്റില്ല. നമുക്ക് പറ്റുന്നത് ചെയ്യാനായിട്ട് നോക്കണം. ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാം അവബോധം ഉണ്ടാക്കലും നവീകരിക്കലും ഉണ്ടാക്കാനായിട്ട് മുൻകൈയെടുത്ത അഭിനന്ദിക്കുന്നു. സഹകരിക്കാം. ജീവിതശൈലി രോഗങ്ങൾ പെരുകി വരുന്ന കാലത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികളെ പോലുള്ളവർ ഏറെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ഉദ്ഘാടന വേളയിൽ ബിഷപ്പ് പറഞ്ഞു. എറണാകുളം വൈപ്പിൻ പ്രദേശങ്ങളിൽ ഈ പദ്ധതി നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. ബാക്കിയുള്ള 4 നിയോജക മണ്ഡലങ്ങളിൽ കൂടി പദ്ധതി നടത്തുമെന്നും BPCL എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അധ്യക്ഷത വഹിച്ചുകൊണ്ട് MP ഹൈബി ഈഡൻ പറഞ്ഞു. ഓട്ടോ എന്ന് പറയുന്ന അവരുടെ വെൽനസ് ക്യാമ്പിന്റെ 3ാമത് ക്യാമ്പാണ് ഇന്ന് കൊച്ചി നിയോജകമണ്ഡലത്തിൽ നടക്കുന്നത്. ചെല്ലാനം മുതൽ കുമ്പളങ്ങി വരെ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി, തോപ്പുംപടി പ്രദേശങ്ങളിലുള്ള മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും അവരുടെ രക്തപരിശോധനയും തുടർന്നുള്ള ഡെന്റൽ, ഒഫ്താൽമോളജി, സൈക്കാട്രി അതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൺസൾട്ടേഷൻ, തുടർന്ന് രക്തപരിശോധനയുടെ റിസൾട്ടിനെ തുടർന്ന് അവർക്ക് ആശങ്കപ്പെടുത്തുന്ന എന്തെങ്കിലും വിവരങ്ങൾ അതിലുണ്ടെങ്കിൽ അവർക്ക് തുടർന്ന് കൺസൾട്ടേഷനുള്ള പ്രക്രിയ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടപ്പള്ളി ഫ്യൂച്ചർ എയ്ഡ്സ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് തൊഴിലെടുക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്വാസകോശ സംബന്ധമായ പരിശോധനയ്ക്കുള്ള PFT, ECG സംവിധാനങ്ങൾ ക്യാമ്പിൽ സജ്ജമായിരുന്നു. ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ ഉൾപ്പെടെയുള്ള അത്യാധുനിക രീതിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ, കൗൺസിലർമാരായ ഷൈല തദേവൂസ്, KA മനാഫ്, ബാസ്റ്റിൻ ബാബു, കുമ്പളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീർ, BPCL ചീഫ് മാനേജർ വിനീത് M വർഗീസ്, ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ ഡോക്ടർ അൻവർ ഹസൈൻ, ഡയറക്ടർ ഡോക്ടർ ആഷ്ന ഹനീഷ്, ജനറൽ മാനേജർ ഷിയാസ് MM, AIWC സംസ്ഥാന സെക്രട്ടറി റഷീദ് താനത്ത്, കോൺഗ്രസ് നേതാക്കളായ തമ്പി സുബ്രഹ്മണ്യം, MP ശിവദത്തൻ, KM റഹീം, NR ശ്രീകുമാർ, PP ജേക്കബ്, EA അവറാച്ചൻ, ജോസഫ് സുമിത് തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണക്കാരുടെ വാഹനം ഇന്ധനം അടിക്കാത്ത സൈക്കിൾ ആണെങ്കിൽ സാധാരണക്കാരുടെ ഉപജീവന മാർഗത്തിലുള്ള 3 വീൽ ഓട്ടോയാണ്. നമ്മൾ നിരവധി കാണും. സാധാരണക്കാരുടെ വാഹനമാണ്. അത് ഓടിക്കുന്ന നിരവധി ആളുകളെ നമുക്കറിയാം. അവരതുകൊണ്ടാണ് അവരുടെ കുടുംബം പുലർത്തുന്നത്. അവരെ വളരെ നീതി പുലർത്തുന്നവരുണ്ട്, സത്യസന്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ചില പ്രശ്നങ്ങളൊക്കെ അത് കൂട്ടായി ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്. അവരുടെ ഒരു സംഘടനയുണ്ട്. എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഒരു സൗജന്യ വെൽനസ് ക്യാമ്പ് ഇന്ന് തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.